ഞാൻ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ചെറിയ അക്ഷരമൊന്നും വായിക്കാനൊന്നും സമയം കിട്ടിയില്ല. തിരക്ക് വന്നു, ഫോൺ എടുത്തു, പൂരിപ്പിക്കാതെ പോന്നു. പിറ്റേ ആഴ്ചയിലും കൊണ്ട് വെച്ചു. അവസാനം ഞാൻ ഒപ്പിട്ട് വെച്ചിട്ട് എൻ്റെ PA ആണത് പൂരിപ്പിച്ചു കൊടുത്തത്. നിങ്ങളൊക്കെ വീടുകളിൽ അത് ചെയ്തോ? ഇതുവരെ നമ്മൾ സ്ഥാനാർത്ഥി നിർണയമായിരുന്നു, നോമിനേഷൻ കൊടുക്കലായിരുന്നു, നോമിനേഷൻ സൂക്ഷ്മ പരിശോധനയായിരുന്നു, പിൻവലിക്കേണ്ടവരെ പിൻവലിപ്പിക്കലായിരുന്നു, പ്രചരണം തുടങ്ങി, വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണമായിരുന്നു. അതുകൊണ്ട് ഈ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന ഓമന പേരിൽ നമ്മുടെ വോട്ട് വെട്ടിക്കളയാനുള്ള ആ നടപടിയിൽ നമ്മൾ കരുതിയിട്ടില്ല വേണ്ടത്ര. ഇവിടെ എത്ര BLA-മാരുണ്ട്? ഇത്രയും നല്ല മീറ്റിംഗ് ആണെങ്കിലും BLA-മാരായി വാർഡുകളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? കൈ ഒന്ന് ഉയർത്താമോ? BLA ബൂത്ത് ലെവൽ ഏജന്റ്, പാർട്ടിയുടെ ഏജന്റന്മാരായിട്ട് 5-6 പേരേ ഉള്ളൂ. വെരി പൂർ. നേരത്തെ ഞാൻ നല്ല സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നെങ്കിൽ അതിങ്ങോട്ട് പിൻവലിക്കാൻ ഒന്ന് വാർഡിന്റെ അപ്പൊ ഒരു 6-8 പേര് വേണം അല്ലേ? അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ ചെല്ലുമ്പോൾ, സ്ഥാനാർത്ഥിമാരും വീടുകളിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥിമാർക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ അവർക്ക് അടുക്കളയിലും കയറാം. എന്നിട്ട് അവിടെയുള്ള ലേഡീസിനോടെല്ലാം ചോദിച്ച് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ, SIR-ന്റെ ഫോറം ഇവിടെ കൊണ്ടുതന്നോ, അത് പൂരിപ്പിച്ചു കൊടുത്തോ, ഒപ്പിട്ട് കൊടുത്തോ, എത്ര ഫോറം കിട്ടി? എൻ്റെ വീട്ടിൽ കൊണ്ടുതന്നിട്ട് ഭാര്യയുടെ ഇന്നലെ മിനിഞ്ഞാന്നാ കൊണ്ടുതന്നു. ഞാൻ തന്നെ BLO-നെ വിളിക്കേണ്ട വന്നു. അക്കാര്യം കൂടി ഈ പണിയുടെ കൂട്ടത്തിൽ ചെയ്യണം. ഈ ജോലി എന്ന കൂട്ടത്തിൽ അതുകൂടി ചെയ്യണം. ഏതായാലും കളമശ്ശേരിയിൽ പഞ്ചായത്തും കുന്നത്തിനാട്, ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വന്നുകൊണ്ട് കുന്നത്തിനാട് പഞ്ചായത്തും, കളമശ്ശേരിയിൽ ഇത് തന്നെയാ പറഞ്ഞത്. പഞ്ചായത്തും പിടിക്കണം, അസംബ്ലിയും പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും കൂടി അത് വരുന്നത്. ഇത് രണ്ടും എൻ്റെ മനസ്സിലുള്ളതാണ്. ഈ കുന്നത്തിനാടും അതുപോലെ കളമശ്ശേരിയും അസംബ്ലിയും നമുക്ക് ജയിക്കണം. അതിനു വേണ്ടി നിങ്ങളുടെ എല്ലാം സഹകരണം അഭ്യർത്ഥിച്ച് ആ ഇലക്ഷനും കൂടി വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.